ജനങ്ങളുടെ ജീവിതം അനുദിനം ദുസ്സഹമാകുന്ന ഒരു അവസ്ഥാവിശേഷത്തിലാണ് നാം നിൽക്കുന്നത്. അതുപോലെയാണ് കഴിഞ്ഞ 9 വർഷം ഈ ഗവൺമെൻറ് മലയോര കർഷകർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. നിലമ്പൂരടക്കമുള്ള ഈ മേഖല എന്നും വന്യമൃഗങ്ങളുടെ അക്രമങ്ങളുടെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എത്ര മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ഈ വന്യജീവി അക്രമങ്ങൾ തടയാൻ എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നില്ല? ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എത്ര പേർ മരിച്ചു? ഇത് കേരളത്തിന് ഒരു വലിയ ഗുരുതരമായ പ്രശ്നമായി മാറിയിരിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ് ഇടപെടേണ്ട സമയങ്ങളിൽ ഇടപെടുന്നില്ല, കർഷകരെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. വന്യമൃഗശല്യം ഈ കേരളത്തിന് വലിയ ശാപമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പരിഹരിക്കാൻ ഒരു ഗവൺമെൻറ് ചില ഉത്തരവാദിത്വമില്ലേ? ആ ഉത്തരവാദിത്വം ഒന്നും നിറവേറ്റുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ ദുർഭരണത്തിനെതിരായ വിധിയെഴുത്താണ് ജനങ്ങൾ നടത്താൻ പോകുന്നത്. ജനങ്ങൾ മടുത്തിരിക്കുന്നു. കേരളം ഒരു രാഷ്ട്രീയ ഭരണമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ഒരു ഭരണമാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന കേരളത്തിലെ ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളെയാണ് കാത്തിരിക്കുന്നത്. പ്രതീക്ഷയോടുകൂടി കേരള ജനത നോക്കിക്കാണുന്നത് നിലമ്പൂരിലെ ജനങ്ങളെയാണ്. 2026 ഒരു ഭരണമാറ്റം, ഒരു പുതിയ ഗവൺമെൻറ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേരള ജനത. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടിയായി നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണുന്നു. ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട്, മതേതര വിശ്വാസികളായ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഭരണ വൈകൃതത്തിനെതിരായി, ഭരണപരാജയങ്ങൾക്കെതിരായി, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെതിരായി അവരുടെ വിധിയെഴുത്ത് നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. നാളെ പരസ്യപ്രചരണം അവസാനിക്കുകയാണ്. പരസ്യപ്രചരണം അവസാനിക്കുമ്പോൾ എനിക്ക് നിലമ്പൂരിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി, ഒരു നല്ല നാളേക്ക് വേണ്ടി കേരള ജനത പ്രതീക്ഷിക്കുന്ന ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ, മതേതര വിശ്വാസികളായ ജനങ്ങൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. അല്ല, മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി ചൂണ്ടിക്കാണിക്കാൻ എന്ത് അർഹതയാണ് അദ്ദേഹത്തിനുള്ളത്? കഴിഞ്ഞ കാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് പരസ്യമായി വാങ്ങുകയും അവരോടൊപ്പം ചർച്ച നടത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ. അന്നൊന്നും അവരിൽ വർഗീയത കാണാത്ത കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ഇപ്പോഴെങ്ങനെയാണ് വർഗീയത കാണുന്നത്? അപ്പോൾ CPM പിന്തുണച്ചാൽ അവർക്ക് വർഗീയതയില്ല. അവർ ഫാസിസത്തിനെതിരായി പോരാടുന്നവരാണ്. CPM നിലപാട് സ്വീകരിച്ചാൽ അവർ വർഗീയ കക്ഷികളാണ്. ഇതാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഒരു ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും ഞാനില്ല. ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകാമെന്ന് പറഞ്ഞു. ആര് പിന്തുണ നൽകിയാലും തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കും. അതുമാത്രമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ അവരുടെ ഭൂതകാലമോ ഭാവിയോ വർത്തമാനമോ പരിശോധിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. അവർ ഈ രാജ്യത്ത് BJPയുടെ വർഗീയതയ്ക്കെതിരായി ദേശീയ തലത്തിൽ തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇവിടെ UDF പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നു. അല്ലാണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഞാൻ പറയുന്നത് അവർ ഈ തെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണയ്ക്കുന്നു എന്നുള്ളത് CPM അസ്വസ്ഥപ്പെടുത്താക്കുന്നുണ്ട്. ഞാനും മന്ത്രസുധാരനൊക്കെ 82 വോട്ട് മത്സരിക്കുന്നു. ഞങ്ങളാ മത്സരിക്കുന്ന കാലത്ത് അവരൊക്കെ ഞങ്ങൾക്കെതിരായ നിലപാടുകളാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചത്. ആദ്യം അവരൊരു പെർഫോമ കൊണ്ടുവരുമായിരുന്നു. ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയുമോ എന്ന് ചോദിച്ചു.
അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ CPM-നെയാണ് സഹായിച്ചിട്ടുള്ളത്. ഞങ്ങളെ അന്ന് ഒരു കാലത്ത് സഹായിച്ചിട്ടില്ല. അങ്ങനെയല്ല, അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയാൽ വേണ്ടെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ PDP-യുടെ പിന്തുണ CPM-ന് വാങ്ങാം. അത് അവർക്ക് എന്താ ഗോവിന്ദൻ മാഷ് പറഞ്ഞ വേറെന്താണ് അവരെപ്പറ്റി പറഞ്ഞ എന്താണ്, പീഡിതരുടെ പാർട്ടിയാണ്. അപ്പോൾ ഇതൊക്കെ ഗോവിന്ദൻ മാഷെ ഏൽപ്പിച്ചിരിക്കുകയാണോ ഓരോ പാർട്ടിക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ജോലി? പീഡിതരുടെ പാർട്ടിയാണ് PDP എന്ന്. മറ്റ് പാർട്ടികൾ വർഗീയ പാർട്ടികളാണെന്നും സർട്ടിഫിക്കറ്റ് എഴുതുന്ന ജോലിയാണോ അദ്ദേഹത്തിനുള്ളത്? അപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ സർട്ടിഫിക്കറ്റ് എഴുത്തിൽ അങ്ങ് നിർത്തണം. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കറിയാം UDF വിജയിക്കേണ്ടതാണ് ആവശ്യമെന്ന് ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അവർ ഞങ്ങൾക്ക് പിന്തുണ തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്തുണ സ്വീകരിക്കുന്നു, അവിടെ അവസാനിക്കുന്നു. അതെ, അവരെ പറ്റിയുള്ള വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യം എന്തോ? അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ജോലി എനിക്കുള്ളതാണ്. ഭരണവിരുദ്ധത ചർച്ച ചെയ്യേണ്ടത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായി ചിന്തിക്കുന്ന ധാരാളം ജനവിഭാഗങ്ങളുണ്ട്, പാർട്ടികളുണ്ട്, വ്യക്തികളുണ്ട്. ഈ ഗവൺമെൻറ് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ കേരളത്തിലുണ്ട്. അവരൊക്കെ ഞങ്ങൾക്ക് പിന്തുണയ്ക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കത്തില്ലേ? സ്വീകരിക്കും. നിരായുധരായി നിൽക്കുന്നത് CPM-ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ, പ്രചരണ വേളയിൽ ഭരണ നേട്ടങ്ങളെപ്പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും ഭരണ തകർച്ച കൊണ്ടും ക്രമസമാധാന നിലയുടെ തകർച്ച കൊണ്ടും ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ UDF-നല്ലാതെ പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് മടുത്തിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ദുഷ്ചെയ്തികളാണ്. കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ മുഖ്യമന്ത്രിയെ പറ്റിയാണ് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടത്തുന്ന അഴിമതികളെ പറ്റിയാണ് പറയാനുള്ളത്. ഗോവിന്ദൻ മാഷ് ഇതൊന്നും കാണുന്നില്ലേ?